അങ്ങനെ സലു കിച്ചൻ വളപ്പുരം നിസാറും സാനു വെല്ലിമച്ചിയൊക്കെ എൻ്റെ വീട്ടിലേക്കാട്ടോ ഇനി പോരുന്നത്. ഞങ്ങൾ അരീക്കോട്ട് കൂടെ മുക്കം അരീക്കോട്ട് കൂടെ വന്നിട്ട് പിന്നെ ഞങ്ങൾ കൊണ്ടോട്ടി കൂടെ ആയിട്ട് ഓടി പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വീട് ഇവിടെ എടുത്താൽ നമുക്ക് ഇവിടെ കയറാന്ന് പറഞ്ഞു. ഇതാണ് സലു കിച്ചൻ വളപ്പുരം. കയറി എല്ലാവരും. സാനു അങ്ങനെ ഓലിൻ്റെ വീട്ടിലിരിക്കുക. രാത്രി 6-7 മണിയൊക്കെ ആയിട്ടോ വന്നപ്പോൾ. എൻ്റെ വീട് ഇതാണ്. അപ്പം സ്ഥലം ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളിതാ പെട്ടെന്ന് വരുന്നതുകൊണ്ട് പൊറാട്ടയും ചട്ടിക്കടായും ചായയൊക്കെ കൊടുക്കണോളും. കാരണം പെട്ടെന്നുള്ള വരവായതുകൊണ്ടേ. അതൊക്കെ ഒരു വീട്ടിലാട്ടോ. നമ്മള് അത്ര ഒന്നും പ്രതീക്ഷിച്ചില്ല അവള് ഇങ്ങോട്ട് വരുന്നുള്ളത് കേട്ടോ. മടപ്പൂർക്ക് പോകാതെ അവള് പ്രതീക്ഷിച്ചില്ല. നിസാറ് വന്നത് വലിയമാരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒക്കെ ആയപ്പോഴാണ് നമ്മള് അവളെ കൂടെ വലിയമാൻ ജസ്റ്റ് ഒന്ന് കാണിക്കും. വല്യമ്മണ്ട്, എൻ്റെ അമ്മച്ചിണ്ട്, ഇളയമ്മണ്ട്, എല്ലാരും ഉണ്ട് കേട്ടോ. നിസാറുണ്ട്, സാനുണ്ട്. അപ്പൊ പെട്ടെന്നല്ല വരവാട്ടോ. പെട്ടെന്ന് പിന്നെ ഞങ്ങൾ കുതിര പോരുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഞാൻ പിന്നെ ശരിയാക്കി എടുക്കും അല്ലേ. ഇന്റെ അടുത്തേക്ക് അതിലല്ലോ ഓളെ ആദ്യം പരിചയപ്പെട്ടിക്കണ്. പിന്നെ ശേഷം ഞങ്ങൾ പരിചയപ്പെടും. ഓളെ മറ്റോ സപ്പോർട്ടിനോടൊക്കെ പോയി. റാബിയനൗഷിനോടൊക്കെ പറഞ്ഞിട്ട് സപ്പൂസിനോടൊപ്പം പോയി. ഓളിപ്പോ ഈ ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ ഓളെ അടുത്തേക്ക് വന്നിട്ടില്ലാതാണ്. അപ്പൊ നമുക്കൊരു ലൈവ് ഓളെ വിളിച്ചാക്കാം. ഓളെ വീട്ടിൽ നമ്മള് കല്യാണത്തിന് പോകൂലേ. ചേച്ചി എടുത്തോടുത്ത വാർത്തയായി. എനിക്കപ്പൊ ചുരിദാർ അപ്പൊ എനിക്ക് പറ്റിയൊന്നുമില്ല. അപ്പൊ ചേച്ചിയുടെ വരോ നമുക്കറിയില്ലേ. അതെപ്പോഴത്തെ മോഡലാണ്. അപ്പൊ ആ മോഡലാണ് കൊടുത്തത്. അപ്പൊ ഞാൻ പറഞ്ഞു കല്യാണം കഴിച്ചു പോയച്ചോളൂ. അപ്പൊ ഞാൻ വിചാരിച്ചിരിക്കണ അതിന്റെ നാത്തൂനാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ചേലാണ് ഇവള്. പിന്നെ അനിയന് ഇവളെ ചേരുവാണ്. പെൺകുട്ടികളൊക്കെ വാപ്പാൻ്റെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊടുത്തു. ഉമ്മ മരിച്ചണേ. ഓളെ ചെറുപ്പത്തിൽ മരിച്ചാണോ? 10 ചെറുപ്പത്തിലല്ല, ഓക്ക് 10 അമ്മ മരിച്ചിട്ട്. എന്താ പോവാ. അത് മതിയോ ചാർജ് ആയത്? ഇതിൻ്റെതാ. ഇതില് 3 ഉണ്ടേ. കുത്തിവെച്ച ഫോട്ടോ എടുത്താണ് ഞാന്. ഐഫോണല്ലേ അതിൻ്റെ തന്നെ അപ്പം ഇതാട്ടോ നമ്മളെ സെലും വെല്ലിമ്മി നിസാറും ഷാനും എല്ലാവരും പോവാണ്. ടോർച്ച് അടിച്ചണോ? അങ്ങനെ ഇത്രയ്ക്ക് തന്നെയുള്ളൂ കേട്ടോ. അന്ന് വീട്ടിലേക്ക് വന്ന് കുറച്ച് നേരം അവളെ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. കാരണം അവർക്ക് നേരം വൈകിയുണ്ട്. അവർക്ക് പെരിന്തൽമണ്ണ പുലാമന്തോളം എത്തണം, എടപ്പാൾ എത്തണം, അങ്ങനെയൊക്കെ ഓരോ സ്ഥലത്ത് എത്തണമല്ലോ. അപ്പം ഞങ്ങളെ വീട്ടിൽ നിന്ന് തന്നെ 8 മണി 8:15 ആയിരുന്നു പോയപ്പോൾ. അപ്പോൾ ഇത്രയ്ക്ക് തന്നെയുള്ളൂ ഇന്നത്തെ വിഷയങ്ങൾ. കാരണം എനിക്ക് ഫുഡ് ഒന്നും എല്ലാം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ വേഗം പൊറാട്ടയും ചട്ടിക്കേടായും വേഗം പിന്നെ പാർസൽ ഏൽപ്പിച്ചു. അത് ഞങ്ങളെ കൊണ്ടുവന്നു. കാരണം ഞാനും ഓല കൂടെയാണല്ലോ. അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനി ദിവസം വിളിക്കണം വിചാരിച്ചിരിക്കുന്നുണ്ട്.